വടകര കോടതി ജീവനക്കാരിയും യുവസാഹിത്യകാരിയുമായ അകാലത്തിൽ പൊലിഞ്ഞ ലീബ ബാലന്റെ 11ാമത് ചരമവാർഷികം സഹപ്രവർത്തകരുടെ നേതൃത്വത്തിൽ വിവിധ പരിപാടികളോടെ ആചരിച്ചു. സാംസ്കാരിക സമ്മേളനം പ്രശസ്ത സാഹിത്യകാരൻ അംബികാസുധൻ മങ്ങാട് ഉദ്ഘാടനം ചെയ്തു. കഥാമത്സരത്തിൽ സമ്മാനിതരായ മുൻവരെയും അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം ഇരിങ്ങൽ നാരായണി എന്ന് പറയുന്ന പ്രശസ്ത നാടക നടിയുടെ ജീവചരിത്രം എഴുതിയ വി.കെ. ബിജുവിനെ ആദരിക്കുന്ന ചടങ്ങ് കൂടിയാണ് ഇത്. അദ്ദേഹത്തെയും അഭിനന്ദിക്കുകയാണ്. ഇവയെക്കുറിച്ച് ഇവിടെ എല്ലാവരും പറഞ്ഞു. അപ്രതീക്ഷിതമായിട്ട് പടിയിറങ്ങിപ്പോയ, അവിചാരിതമായി ജീവിതം അവസാനിച്ചു പോയ ഒരു പെൺകുട്ടിയെക്കുറിച്ചുള്ള ദീപ്തമായ ഓർമ്മകളിലാണ് നാം ഇവിടെ കൂടിയിരിക്കുന്നത്. നിങ്ങൾക്ക് വളരെ പരിചിതമായ ആ പെൺകുട്ടിയെക്കുറിച്ച് 11 വർഷം കഴിയുമ്പോഴും ഓർമ്മകൾ മങ്ങിപ്പോയിട്ടില്ലാത്ത വിധത്തിൽ നമ്മുടെ കൂടെ തന്നെ ഉള്ള ഒരാളായി മാറിക്കഴിഞ്ഞ നിലയിൽ എത്രയോ പേര് പടിയിറങ്ങി പോകുന്നുണ്ട്. പക്ഷേ വീണ്ടും വീണ്ടും ഓർമ്മിക്കപ്പെടുന്നതിൻ്റെ ഒരു കാരണം ലീബ കഥകളും കവിതകളും എഴുതിയിരുന്നു എന്നുള്ളതാണ്. ഇവയുടെ ചില രചനകളിലൂടെ കടന്നു പോകാൻ ഇന്നലെ അവസരമുണ്ടായപ്പോൾ അതിലെ 2 വരികൾ എന്നെ വല്ലാതെ ഹോണ്ട് ചെയ്യുകയുണ്ടായി. അനുസ്മരണത്തോടനുബന്ധിച്ച് നടത്തിയ ജില്ലാതല കഥാരചനാ മത്സരത്തിൽ 1, 2, 3 സ്ഥാനങ്ങൾ നേടിയ അമൃത ബി. കൃഷ്ണ, അതുൽ പി, ഗിരീഷ് പുറക്കാട് എന്നിവർക്ക് അംബികാസുധൻ പുരസ്കാര സമർപ്പണം നടത്തി. ചടങ്ങിൽ വടകര മുൻസിപ്പ് ഐശ്വര്യ മുഖ്യാതിഥിയായി. ഇരിങ്ങൽ നാരായണിയുടെ ജീവചരിത്രം എഴുതിയ ബിജു വി.കെ. മൂരാടിനെ ചടങ്ങിൽ ആദരിച്ചു. എസ്.കെ. ഷാജി സ്വാഗതവും ഒ.കെ. ചന്ദ്രൻ അധ്യക്ഷതയും വഹിച്ചു. ഋതു, പ്രജീഷ് തുടങ്ങിയവർ കവിതാലാപനം നടത്തി. കെ.കെ. ഹർഷൻ നന്ദി പ്രകാശിപ്പിച്ചു.